ക്ലോസ് അപ്പ് ചെയ്തു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വാട്ട്സ് ഇൻ മൈ മൗത്ത് ചാലഞ്ച്. അതെ, ഇതിങ്ങനെ വായിലൊരു സാധനം വെച്ചിട്ട് നമ്മൾ കണ്ണ് കിട്ടും. എന്താന്ന് കാണൂല, കണ്ണ് കെട്ടിട്ട് വായിലൊരു സാധനം വെക്കും. എന്നിട്ട് എന്താണെന്ന് അറിയോ? അപ്പൊ എനിക്ക് ശ്രീക്കുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കുള്ള ഞാനും എടുത്തിട്ടുണ്ട്. ആർക്ക് അങ്ങനെ മറച്ച് ഇങ്ങനെ കട്ടന്റെ ഉള്ളിൽ മൂടി ഞാൻ ഈ കട്ടന്റെ ഉള്ളിലിട്ട് മറിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് ഇവിടെ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ അതാണ് ചാലഞ്ച്. അപ്പൊ അതിനുള്ള മാസ്ക് യൂസ് ചെയ്യാത്ത മാസ്ക് ആട്ടോ. അത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ കിട്ടിട്ട് എന്തായാലും പുറത്തേക്കൊന്നും കാണൂല. അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ വീഡിയോ എനിക്ക് ചെവി ഇല്ലാത്തതുകൊണ്ട് ചെവിന്റെ ഉള്ളിൽ ബാക്കിലൊരു കാര്യം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ശ്രീ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വൈകിക്കണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് പോയില്ലേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ. ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നേരെ കമന്റ് ബോക്സിൽ പറയാം. ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ശ്രീ കാണണ്ടോ കയറണേ? കൂടി കൂടണ്ടേ രണ്ട് മണത്ത് നോക്കുന്നത്. ഞാൻ വെച്ചോളാം വയല്. സ്പൂൺ ഇരുണ്ടോ? കടിച്ചു വായ എവിടെ? കൈ ഇങ്ങനെ താക്കുമ്പോ തുറക്കുന്നതാണ് വായ. ഇത് കോയുണ്ടോ? ഇല്ലല്ല. തിന്നോ, തിന്നിട്ട് പറയെന്താന്ന്. ഇഞ്ചി തിന്നണോ? ഇഞ്ചി തിന്നു എനിക്കൊരു വിഷയമല്ല. അതൊന്നും രാവിലെ തിന്നുന്ന അതല്ല, അത് കുറച്ച് ഓവർഡോസ് ആയിപ്പോയി. ഞാൻ തിന്നതല്ല കേട്ടോ. എന്നെ കൊണ്ട് വീട്ടുകാർ തിരിപ്പിക്കുന്നതാണ്. മറ്റേ കോവിഡിന് എന്താ പ്രതിരോധ ശേഷി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര തിന്നറിയോ? ഇതുപോലത്തെ 2 കഷ്ണം എടുത്ത് തിന്നത്. അപ്പോഴത്തേന് ഈ ഷമിക്ക് കൊടുക്കാൻ പോകണം. ഓളെ ഇങ്ങനെയൊക്കെ കെട്ടണം. ഓളെ ചെവിയൊക്കെ വിളിക്കാൻ പോയി തിന്നു കിട്ടുന്ന എന്തോ അത് കൊടുക്കാം. അതെ ശ്രീ, മറ്റേ എന്താ പറയാ, മറ്റേ വൃത്തിയായിട്ട് സാധനങ്ങൾ നോക്കരുത്. ഒന്ന് മട്ടീരനൊക്കെ വെച്ച മറ്റേ അതും ഇതൊന്നും വെക്കാൻ നിൽക്കരുത്. ആലോചിക്കട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഷമിക്ക് കൊടുക്കാൻ പോകുന്നത് നോക്ക്. അങ്ങനെ എന്തെങ്കിലും വെച്ച ബാക്കില് എനിക്കറിയാലോ, അവിടെ ഇഷ്ടം പോലെ നായിക്കല്ലോ. ബാക്കിൽ പട്ടിക്കാട്ടുണ്ട്. ഞാൻ എടുത്തത് വെക്കും ശ്രീ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇപ്പൊ പുതുതായിട്ട് നോക്ക് പോയി എടുത്ത് വെക്കാൻ പറ്റൂല എന്നുള്ള ധൈര്യത്തോടെ ഞാൻ ഫസ്റ്റ് സാധനം കൊടുക്കുകയാണ്. ആലോചിക്കാം. ഞാൻ വായിലേക്ക് വെച്ചുതരാം. എടി തൊടല്ലേ, ഇങ്ങോട്ട് പോ. അങ്ങോട്ട് പോ. ഞാൻ വെച്ചരും. അങ്ങനൊന്നും പറ്റൂല. ഞാനാ തിന്നുക. ശ്രീ ഒറ്റക്കല്ല തിന്നേ. ശ്രീ ഒറ്റക്കല്ല. അത് നടക്കൂല. ഞാൻ വായിലേക്ക് വെച്ചരും. അതെന്താണ് ശ്രീ? ശരി, അങ്ങനെയാണെങ്കിൽ തൊട്ട് ഇതാക്കാൻ പറ്റൂലേ? പേടിയാവുണ്ട് ശ്രീ. നല്ല എന്തെങ്കിലും വെക്കണേ ശ്രീ. ചീത്തേനൊന്നും പേടിയാ കുട്ടിക്ക്. എടി പോടി. ജീവികളൊന്നും വെക്കല്ലേ. എന്താണ് വാട്ട്സ് ഓൺ മൈ പ്ലേറ്റ് ചാലഞ്ച് ഉണ്ട്. ഇനി കാണുന്നവർക്ക് ഇവിടെ അതിന്റെ ലിങ്ക് നമ്മൾ കൊടുക്കുക. അതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്. ഓക്കെ, വാ തുറന്നോളൂ. ഇല്ല, എന്ത് പേടിയാണ്. ഹാൻഡ് വാഷ് ഒന്നും അമർത്തരുത്. നേരത്തെ പുതിയ ഹാൻഡ് വാഷ് ഒക്കെ വാങ്ങിയിരുന്ന കണ്ടിരുന്നു. ഇത് പോളി വേഗം വാ നോക്ക്. ഓടി കളിക്കുന്നത് ഒന്നും പറയല്ലേ പ്ലീസ്. എനിക്ക് തിന്നാൻ പേടിയായിട്ടാ. ഞാൻ തിന്നോളാം. ഇതൊന്നും ചെയ്യൂല. പാവോടെ നല്ലോണം തുറക്ക്. ഇതിനാണ് ഈ കുട്ടി ഇത്ര പേടിച്ചത്. എന്താന്ന് പറ. ഇത് കുറച്ചുകൂടെ തരുമോ? കുറച്ചുകൂടെ തരാനല്ല. അതെന്താ ഒന്ന് കുറച്ചുകൂടെ കണ്ടെത്താനെങ്കിൽ മനസ്സിലാവും. വേണമെങ്കിൽ പറഞ്ഞോ. ഇത് മറ്റേ മെറിൻഡ അല്ലേ? ഉറപ്പിച്ചില്ലേ? മെറിൻഡയോ പെപ്സിയോ? ഉറപ്പിച്ചില്ലേ? മെറിൻഡ അല്ല പെപ്സി. മെറിൻഡ എന്താ? പെപ്സി. ഓ, ഞാൻ പറഞ്ഞല്ലേ മെറിൻഡ പെപ്സി ആണ് എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലേ മെറിൻഡ പെപ്സി ആണ് എന്നുള്ളത്. എന്നാലും കുഴപ്പമില്ല. കുട്ടി ഏകദേശം പറഞ്ഞു. ഇത് ഞാൻ വായിൽ വെച്ചിട്ട് ശ്രീ. കടിക്കുന്ന വല്ലതോ വല്ല പ്രശ്നമൊന്നും മേത്തേക്ക് ഞാൻ തൊപ്പു. ആ കട്ടണേ. ആയോ?
ആകട്ടെ, നല്ല ആകട്ടെ. നല്ലോണം കാണാം. ആ, തല പൊക്ക്. തല പൊക്ക്. തല എങ്ങനെ പൊക്കണ്ട. ആ, ആ, ആ. എണ്ണ. എണ്ണയില്ലേ? അല്ലേ? ഓയില്. ആ, എന്താ അടക്കിയൊരു. ആ, നല്ല നല്ല പക്ഷേ ഈ നല്ലതാണ്. പോയിന്റ് സ്കോർ ചെയ്ത് ശ്രീ. പിന്നെ അല്ല അത് കാട്ടാ പിന്നെ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. കോഴി എവിടുന്നാ കെട്ട്. ചുമ്മാ വരവിട്ട് എന്തോ കരുതിയിട്ടുണ്ട്. ഓക്കെ, ഓപ്പൺ യുവർ മൗത്ത്. വാ തുറന്നിട്ട് മൂളേക്ക് ഒഴിക്കും. ഇറക്കരുതേ. എന്തേ മീനിന്റെ ഫുഡാണോ? ആണോ? ആണോ? മീൻ തിന്നുന്നതല്ലേ, ഇടയ്ക്ക് അവള് തിന്നോണ്ടെന്ന് വിചാരിച്ചു. നല്ലതല്ലേ, മീൻ തിന്നുന്നതല്ലേ. ഇവിടെ എത്ര പ്രാവശ്യം എണീച്ചോണ്ടിരില്ലേ. ടേസ്റ്റ് ഉണ്ടായിരുന്നോ? അമൃത് കഴിക്കുന്ന കാര്യമുണ്ട്. ഞാനുണ്ടല്ലോ പറഞ്ഞുതരാം. ഞാന് ടേബിളില് മീൻ്റെ ഫുഡ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവക്ക് അത് കൊടുത്താലോ. സത്യം ഞാൻ വിചാരിച്ചു ഇവക്ക് കൊടുത്താലോ. പിന്നെ എനിക്ക് ആ ഫുഡിന്റെ മൂടി തുറന്നു കഴിഞ്ഞാലുള്ള സ്മെല്ല് സഹിക്കാൻ പറ്റൂല. വിചാരിച്ചു വേണ്ട, അത് കുറച്ച് കടുത്ത് കഴിയാന്ന് വിചാരിച്ചു. വിചാരിച്ചില്ല എന്നോട്. ഞാൻ ആദ്യമേ ഇറക്കണ്ടെന്ന് പാവല്ലേ. എങ്ങനെ ഞങ്ങൾക്ക് പട്ടിക്കുട്ടി മേടിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചത് എന്റെ കയ്യിലേ കിട്ടിയുള്ളൂ. ഞാൻ പറഞ്ഞേ, എനിക്ക് പേടി. കണ്ണ് കെട്ടിയിട്ടുള്ള എല്ലാ കുറച്ചുകൂട്ട് നല്ല തുറക്ക് കാക്കാ. എന്റെ തുറക്ക് കാക്കാ. ഇത് വളരെ പേടിപ്പിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവാണ്. ഈ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ അത് അങ്ങനെ എടുത്തു പറയുന്നത്. എനിക്കറിഞ്ഞൂടെ ഇതായതിന് വെക്കുന്നതിന് ശ്രീ ആ കാട്ടണേ, ആ കാട്ടണേ, പെട്ടെന്നാക്കണേ. എനിക്ക് പേടിയാണ്. ഇവിടെ എന്താ തരാൻ പോണേ? വാണ് സൂക്ഷിച്ചോളാം. പെട്ടെന്നാക്കണേ ശ്രീ. ആയോ? ആയാ? പെട്ടെന്നാക്കണേ. ആയോന്ന് പെട്ടെന്നാക്കണമെന്ന് പറഞ്ഞില്ലേ? ആ തുറക്ക്, ആ തുറക്ക്. അയ്യോ അതാ പറഞ്ഞ പെട്ടെന്നാക്കണം. പേടിപ്പിക്കല്ലേ ശ്രീ. കടിക്കല്ലേ അണ്ണാ, വായിലെ കാക്ക് കടിക്കരുത്. ഇത് റൊട്ടിയാണ്. എന്തേ? മറ്റേ നമ്മളെ ചോക്ലേറ്റിന്റെ ബ്രെഡ് ഇല്ലേ, അങ്ങനത്തെ എന്തൊരു സാധനം ഇല്ലേ, അതാണിത്. എനിക്ക് ചോക്ലേറ്റ് സ്മെല്ല് കിട്ടുന്നത് അല്ല. ആണ് ഞാൻ കഴിച്ചിട്ടാ. ആണ് തവളനൊക്കെ പിടിച്ചിരുന്നൊരു ചോക്ലേറ്റ് ശ്രീ. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവില്ല. എന്ത് പൊട്ടത്തിയാണ് ഇത്. സോറി, ടേസ്റ്റ് ചെയ്താൽ മനസ്സിലാവില്ലെന്ന് ഉദ്ദേശിച്ചു കേട്ടോ. വിശ്വസിക്കാനില്ല, ചിലപ്പോ അടി കൂടെ കണ്ടിട്ട്. അപ്പൊ അല്ല രണ്ടുപേരും ഇതുവരെ ഉള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ട് റൗണ്ട് അല്ലോ, 3 റൗണ്ട്. ഞാൻ 3 പറഞ്ഞ്, ഞാൻ 3 പറഞ്ഞു, ഓള് 2 പറഞ്ഞിട്ട്. ഇനി വരും മൂന്നാമത്തെ വരുന്നുള്ളൂ ശ്രീന്റെ. ഓ ഡ്രാമ. ഓ അയ്യോ, എന്റെ മേത്തേക്ക് ചാടല്ലേ. അയ്യോ, എന്റെ മേത്തേക്ക് ചാടുന്നുണ്ട്. അയ്യോ, ഇത് കഴിഞ്ഞാലും അവളെന്നെ ഇതിലൂടെ വെക്കണം. ഓ അയ്യോ, നീ കുറച്ചു നേരം മുന്നേ ഇട്ട സീനല്ലേ. നല്ലോണം തുറക്കണം. അങ്ങനെയല്ല, നല്ലോണം തുറക്ക്. തോന്നേ വായിലിടാൻ പറ്റുന്ന സാധനം തന്നെയാ. തുറക്ക്. ഞാൻ പറഞ്ഞുതരാം. എന്നാ അല്ല, വായിൽ വെക്കണം. ഇതെന്താ? ഇതിന് മൂക്കും കൂടെ അടച്ചു കളഞ്ഞാൽ നല്ലോണം തുറക്ക്. നല്ലോണം തുറക്കണി.
വായല് ചോയ വന്നേ. ആണോ? ഇതെന്താ? ഇത് പറ്റൂല, ഇത് വായിലിട്ട പറ്റൂല. മറ്റേ ഉണക്കപ്പുളില്ലേ? ഇത് പറ്റൂല, ഇത് വായിലിട്ടേ പറ്റുള്ളൂ. ഉണക്കപ്പുളി ഉണങ്ങിയ പുളിയില്ലേ അതല്ലേ? ഒന്നുകൂടെ വായിലിട്ട് നോക്ക്. അത് തന്നെ ശ്രീ അല്ലേ? ഇത് തന്നെയല്ലേ വാളൻപുളി എന്ന് പറയും. അതന്നെ ഉണക്കപ്പുളി അല്ലേ? എനിക്ക് വാളൻപുളി എന്ന് പറയണേ അറിയാത്തോണ്ടല്ലേ? അല്ല അറിയാത്തോണ്ടല്ല, പേരറിയില്ല ഇതിന്റെ. ശരി, എന്തായാലും അത് സ്ലോള് പറയൂല വിചാരിച്ചു. ഇതെന്തിനാ ഉപയോഗിക്കുന്നേ? ഇത് കറിയിലൊക്കെ നല്ല ടേസ്റ്റ് വേണ്ടി. ഇത് എന്ത് ടേസ്റ്റ് ഉള്ളത്? എനിക്ക് അറിഞ്ഞൂടാ. ഞാനും ആലോചിച്ചിട്ടു. വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഇത് എന്തിനാ കറിയിൽ യൂസ് ചെയ്യുന്നത്? ഇത് നല്ല തുറക്കണേ. നല്ല തുറക്കണം. വാ പിടിച്ചേക്കല്ല, ഞാൻ തുറന്നോളാം. തുറക്കാൻ വേണ്ടിയാണ്. എവിടെ എത്തി? നല്ല കാട്ട്. ഇതെന്താ? മൂക്ക് ഉണക്കല്ലേ? ശ്വാസം പിടിച്ചേക്ക്. കാണിച്ചോ. നമ്മൾ ചായയിലല്ല, മറ്റേ കോഫിയിലിടുന്ന. സോറി ആയിപ്പോയതാ. ഞാൻ പറഞ്ഞില്ല വരെ വായ തുറക്കാന്. ഇത് തിന്നിരിക്കേ. നല്ലൊരു ക്ലോസ് അടിച്ചിട്ടുണ്ട്. ഞാൻ ഷമിക്ക് കൊടുക്കാൻ പോകുന്നത് കയ്യുമ്മ തരൂല. നോക്കി മനസ്സിലാക്കാൻ പറ്റില്ല. കയ്യുമ്മലൊന്നും തരുന്ന പരിപാടിയില്ല, വായിൽ തരുള്ളൂ. കട്ടിപ്പോട്ടെ. വാ തുറന്നോ, നല്ലോണം തുറക്ക്. ഈ തുറന്ന് തുറന്നാൽ പോലെ നല്ലോണം വാ തുറക്കണം. നീ എന്റെ പേര് മണക്കാനൊന്നും തരൂല. മൂക്ക് ഞാനിപ്പം ഫുള്ള് ക്ലോസ് ചെയ്യും കേട്ടോ. അതൊക്കെ തരാം. കേടായി ഇല്ല. എന്താന്ന് പറ. അത് വെച്ച് കളിക്കാൻ എന്താന്ന് പറ. തിന്ന് കഴിച്ചു നോക്ക്. കഴിച്ചു നോക്ക്. തൊപ്പര് ഇതെന്താ പിണ്ണാക്കോ? ഇതൊക്കെ ഇത്ര പരിചയമുള്ള കുട്ടിയാണ്. എന്താണ് സ്ത്രീ പിണ്ണാക്കൊക്കെ തിന്നാൻ തരുന്നത്? പിണ്ണാക്ക് തിന്നാൻ പറ്റുന്ന സാധനം തന്നെയാണ്. ഇതില്ലേ എന്താ എനിക്ക് മനസ്സിലായെന്നറിയോ? ഇതിന്റെ ഒരു സ്മെല്ലോണ്ടില്ലേ, നമ്മൾ പീടിയിൽ പോയി കഴിഞ്ഞാൽ പിണ്ണാക്കിന്റെ ഒരു സ്മെല്ല് ഉണ്ടാവല്ലോ, അതുകൊണ്ട് മനസ്സിലായതാ. ഞാനായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് അതിന്റെ സ്മെല്ലെന്നെ അറിയാം. മക്കളെ പണി വരുന്നുണ്ട് മോളെ. അവൾ ആ ദേഷ്യം മൊത്തം തീർക്കുന്ന എനിക്ക് അറിയാം. എത്ര ദിവസം പല്ലക്കടിയിരുന്നല്ലേ ഇതിന്? ആണോ? എന്റെ വായ ഹാർപ്പിക്കിട്ടേക്കുണ്ട്. ഹാർപ്പിക്കാണ് എന്റെ പ്രശ്നം. എടുത്ത് തേച്ചോ. ഹാർപ്പിക്കൊണ്ട് പഞ്ചായത്തിന് ആ കാട്ടിക്കട്ടെ ശ്രീ. ആ കാട്ടിക്ക നല്ല ആ കാട്ടണേ. ആ കാട്ടണം എന്ന് പറയുമ്പോ പല്ല് അടിക്കുക. ആ നാവ് താത്തിയേക്കുന്നു. അല്ല ആ ആ ആ ആ പറഞ്ഞല്ലോ. ശേഷം കട്ടണം കൂടി എടുക്കട്ടെ. ബിസ്ക്കറ്റ് ചാലഞ്ച് അതല്ല. ഏതാ ബിസ്ക്കറ്റ്? 50-50 ഏതാ പറയണം. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. 50-50 ആണെന്നുള്ളത് വേറെ എനിക്ക് അറിഞ്ഞൂടാ. ഇതിനോട് ഹാർപ്പിക്കിട്ട് എന്തൊക്കെ തള്ളായിരുന്നു. ഒന്നുമില്ല ശ്രീ. ഹൈപ്പെങ്കിലും കൊടുക്കണ്ടേ? ഓ അങ്ങനെ ഹൈപ്പ് സാധനങ്ങൾ നല്ലതൊന്നല്ലേ അവിടെ ഹൈപ്പ് കൂട്ടിട്ടതാ. മാറ്റിയൊക്കെ ഞാൻ എടുത്ത് തരട്ടെ. ഞാൻ എനിക്കറിയാം ഇവക്ക് ഇത്ര ഇങ്ങനത്തെ പിണ്ണാക്കു സാധനങ്ങളൊക്കെ തലയിൽ എനിക്കറിയില്ലല്ലോ. ഞാൻ ഷാമിനെ പറ്റി ആലോചിച്ചപ്പോ എനിക്ക് ആദ്യം തലയിലേക്ക് വന്ന് പിണ്ണാക്കാണ്. ഞാൻ
ഞാൻ അടുത്ത് കൊടുക്കാൻ പോണി ഇതാണ്, പക്ഷേ എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൈയാണോ ഈ ഉണ്ടെങ്കിൽ നീ വാ നല്ലോണം തുറന്നോ. ചെറുതായി നല്ലോണം തുറക്കണി, നല്ലോണം തുറക്കേ. ഞാൻ തുമ്മിക്കാട് കിട്ടോ ആ മരുന്നൊന്നും ഒഴിക്കല്ലേ ശ്രീ, പ്ലീസ്. ഡോക്ടർ എഴുതി തന്നാ പോലെ ഞാൻ കുടിക്കില്ല. ശരി എടി വാ തുറക്കണേ പറഞ്ഞല്ലേ. തുപ്പരുത് തുപ്പരുത് തുപ്പാൻ പറ്റില്ല, തുപ്പരുത് തുപ്പരുത്. എന്താന്ന് പറഞ്ഞോ? തുപ്പരുത് തുപ്പരുത് തുപ്പരുത്. എനിക്ക് അറിയൂല. നോക്കി നോക്ക്, ട്രൈ. എനിക്ക് അറിയൂല. അറിയില്ലല്ലോ, അറിയൂല. പറ്റില്ല. ടേസ്റ്റ് എനിക്ക് വരുന്നുണ്ട്, പക്ഷെ എന്താ സാധനം എനിക്ക് അറിയൂല. എന്നാ തുപ്പിക്കോ, അതൊക്കെ എന്തോ ജെല്ലി, സ്ട്രോബെറി ജെല്ലി പാട്ടിയത് കടിച്ചു അല്ലേ? ഞാൻ എത്ര ഒച്ചയും വിളിയും കൂട്ടിയത്. കാറിന്റെ ഷേപ്പിലുള്ളായിരുന്നു. ടേസ്റ്റ് ഇല്ലേ? നല്ല രണ്ടെണ്ണം ഞാൻ എടുത്തു. എല്ലോ കാറന്നാ എന്തൊക്കെ ഉണ്ടല്ലോ, പ്ലെയിനൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പ്ലെയിനും വേറൊരു കാറും ഞാൻ തന്നു. കാർഡ്സ് ഫ്രീൻ്റെ കിട്ടിയോ? കാർഡ്സ് ഉണ്ടോ നോക്കട്ടെ. ഇവിടെ മക്കളെ കാണുമ്പോ കിട്ടിയില്ല. അതിന്റെ ഉള്ളിലുണ്ടോ? അല്ല അവര് പറ്റിച്ചിട്ടുണ്ടാവും. എന്നാ പടാ, ഞാൻ വീഡിയോ കാർഡ് ചോദിച്ചൂടേനോ? എന്നെ കൊണ്ട് വെറുതെ പറയിപ്പിക്കരുത്. മതി ഇരുന്നുണ്ട്. അപ്പൊ എന്താ ചാലഞ്ച് കഴിഞ്ഞ് ഇതിലിപ്പോ നമ്മളെല്ലാം പറഞ്ഞില്ലേ? ഞാൻ ഇങ്ങോട്ട് നോക്ക് ഒക്കെ ഓള് തിന്നുന്നതില്ല. ഇതിലിപ്പോ ഞങ്ങൾ എല്ലാവരും ഓള് തന്നൊക്കെ ഞാനും ഞാൻ തന്നൊക്കെ ഓളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തുല്യ ശക്തികളായിട്ട് ഈ ചാലഞ്ചിൽ ഇവിടെ നിർത്താൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് ഇത്രയുള്ളൂ. നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ നേരെ കമന്റ് ബോക്സിൽ പറയാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരും. ശ്രീലക്ഷ്മി ഷാമിയ. signing off.